ഇന്നലെ വൈകുന്നേരം ഡ്രാഗൺ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് സാഞ്ചലി പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ ഡീഗോളിൻ്റെ ആവണിയെക്കുറിച്ച് ഓർത്തത്. ഉടനെ ഡീഗോളിനെ വിളിച്ചു. അവിടെയുണ്ട് എന്ന് ഉറപ്പാക്കി ഞങ്ങൾ സകുടുംബം ആവണിയിലേക്കെത്തി. 1-ാം ഘട്ടം വിളവെടുപ്പ് കഴിഞ്ഞിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. നല്ല ഒന്നാന്തരം വിളഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട്സുമായി ഡീഗോൾ ഞങ്ങളെ കാത്തുനിന്നു. സാഞ്ചലിക്കായിരുന്നു ആഘോഷം. അതുവരെ കടയിൽ നിന്ന് വാങ്ങിയ ചിലപ്പോഴൊക്കെ വാടിയ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരുന്നവൾ ഇന്ന് തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ മനോഹരമായ രുചി അറിഞ്ഞു. നീ കഴിച്ചു? അവൾ നല്ല ആഘോഷിച്ച് കഴിക്കാൻ തുടങ്ങി. അവൾ മാത്രമല്ല, ഞങ്ങളും, ഞാനും ഭാര്യയും ഒക്കെ നല്ല നിലയിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് കഴിച്ചു. ഇത് വ്യത്യാസമുണ്ട്, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇതൊന്ന് ലക്ഷം കഴിച്ചു നോക്കടി. എന്തായാലും ആവണിയിലേക്കുള്ള യാത്രയും ഫ്രൂട്ട്സ് കഴിക്കലുമൊക്കെ രസകരമായ ഒരു അനുഭവമാണ്. സമയമുള്ളവർ നിർബന്ധമായും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആവണി എന്ന് പ്രത്യേകം പറയട്ടെ.